നമസ്കാരം. അമ്മ AMMA ആ സംഘടനയിൽ നടക്കുന്ന അടി, തല്ല്, അധിക്ഷേപങ്ങളൊക്കെ ഇത്ര നാൾ നമ്മൾ പലരും കരുതിയത് വ്യക്തിയധിഷ്ഠിതമായിരുന്നു എന്നാണ് കരുതിയത്. അങ്ങനെ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് കേട്ടോ. മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം ഇത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വ്യക്തിയധിഷ്ഠിതമല്ല, അത് അധിഷ്ഠിതമായിട്ട് മാറിയിരിക്കുകയാണ്. സംഘടനയിലുള്ള ഭാരവാഹികൾ ചേരി തിരിഞ്ഞ് പത്രസമ്മേളനം നടത്തുകയാണ്. പഴയ ഭരണരീതികളെ എല്ലാവരും ഒരുപോലെ പുകഴ്ത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണരീതികൾ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ഭാരവാഹികളെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. അതെങ്ങനെ? ഒരു ഭാഗത്ത് അൻസിബ ഹസൻ മുസ്ലിം, ഉഷാ ഹസീന മുസ്ലിം, സിദ്ദിഖ് മുസ്ലിം, അങ്ങനെയുള്ള ആളുകൾ ജിഹാദ് തന്നെ പ്രശ്നം. വലിയ പ്രതീക്ഷയോടെയാണ് താൻ അമ്മയിലെത്തിയതെന്ന് അൻസിബ പറഞ്ഞു. ഒരു കൊച്ച് 25-26 മറ്റു വയസ്സായൊരു പെണ്ണാണ്. ഇപ്പോൾ അവൾ മുഖം മൂടി ധരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ പുറയിൽ നിൽക്കുന്ന ചരട് പിടിച്ചു വലിച്ച് കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ ചാടട കുരങ്ങ പറയും, കുരങ്ങൻ ചാടും. അതിൻ്റെ ഗുണഭോക്താവ് ആ കുരങ്ങനെ കൊണ്ട് നടക്കുന്ന ആളാണ് അതിൻ്റെ ഗുണഭോക്താവ്. അതുപോലെ തന്നെ ഈ പറയുന്ന അൻസിബ എന്ന് പറഞ്ഞ മുസ്ലിം കുട്ടിയുടെ പുറയിൽ ആരൊക്കെയോ ഉണ്ട്. ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിമാരെയും പുകഴ്ത്തുന്നൊരു പരിപാടി പോലും ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് ശ്വേതാ മേനോൻ പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു. ലക്ഷങ്ങൾ ഇതുവരെ പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല. സംഘടനയിൽ ഇപ്പോൾ വർഗീയത, രാഷ്ട്രീയം കളിക്കുന്നു എന്ന് മാലാ പാർവതിയെ പറയുന്നുണ്ട്. അൻസിബ ഹസനെ അവർ വർഗീയമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ജിഹാദി എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് പരിപൂർണമായിട്ടും നമ്മൾ പറയാറില്ലേ, കാറ്റൂതാതെ അവിടെ ഏലാനെങ്കില്ല എന്ന് പറയാറില്ലേ, അതുപോലെ എന്തൊക്കെയോ അവിടെയുണ്ട്, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും മലയാള സിനിമ ഇന്നിപ്പോൾ ഒരു നാലും കൂടിയ വഴിയിൽ നിൽക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് എന്ന് സാരം. ഇത്രനാളും മലയാള അമ്മ എന്ന സംഘടനയിൽ നടന്നു വന്നിരുന്ന യഥാർത്ഥത്തിൽ എന്തായിരുന്നു, അതിൻ്റെ വസ്തുത എന്താണെന്ന് പലരും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ അമ്മയുടെ കൂട്ടയടി തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, അവിടെ നടക്കുന്നത് അൻസിബ എന്ന പെണ്ണിൻ്റെ ജിഹാദി കളിയാണെന്ന്. അതിൻ്റെ പുറകിൽ ആളുകളുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ കൊച്ചു പെണ്ണിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ പുറകിൽ ആളുകളുണ്ട്. ഇവളെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് ബാക്ക് സീറ്റ് ഡ്രൈവിങ് വേറെ ആളുകൾ. അന്ന് മലയാള സിനിമാ രംഗത്തുള്ള ആളുകൾ പോലും നേരിട്ടും കമൻറ്റ് വഴിയും എന്നോട് പറഞ്ഞു, സ്വാമി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല, അവിടെ സിനിമാ രംഗത്ത് മതവും ജാതിയും ഒന്നുമില്ല കേട്ടോ എന്ന്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരി, കാലം തെളിയിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്വേതാ മേനോനും അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും ലക്ഷ്മി പ്രിയ അടക്കമുള്ള ആളുകൾ, ടിനി ടോം അടക്കമുള്ള ആളുകൾ രാജിവെച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത്. ശ്വേതാ മേനോൻ്റെ ഒപ്പം കുറേ ആളുകൾ, ലക്ഷ്മി പ്രിയ അടക്കമുള്ള ആളുകൾ, അൻസിബയുടെ പക്ഷത്ത് മാലാ പാർവതി, സിദ്ദിഖ്, പിന്നെ ഉഷാ ഹസീന എന്നൊരു മുസ്ലിം പെണ്ണ്, ഇവരൊക്കെയുള്ള ആളുകൾ 2 വിങ്ങുകളായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം നേരത്തെ ഞാനന്ന് പറഞ്ഞതാണ്. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു വശത്ത്, ജിഹാദികൾ മറ്റൊരു വശത്ത്. ശ്വേതാ മേനോനും അവരുടെ ഒപ്പം നിൽക്കുന്നവരും രാജിവെച്ച് പോയി എന്ന് കേട്ടപ്പോൾ ഈ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി തുള്ളിച്ചാടുകയായിരുന്നു. ജിഹാദിൻ്റെ ലക്ഷണം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പരിപൂർണമായിട്ട് വിജയിച്ചു എന്ന്, നീതി നടപ്പാക്കി കിട്ടിയെന്ന്. ആ മലയാള സിനിമാ രംഗം ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി സന്തോഷത്തിന് ആറാടുകയാണ് ചെയ്തത്. ഏതായാലും ശ്വേതാ മേനോൻ സ്ഥലം കാലിയാക്കിയപ്പോൾ എല്ലാവരും കരുതി സിനിമാ രംഗത്തെ അഗ്നിയെല്ലാം കെട്ടുപോയി എന്ന്. പക്ഷേ അത് ആളിക്കത്താൻ വേണ്ടിയിട്ട് പുകയുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ശ്വേതാ മേനോൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവരാണ് ഇപ്പോഴും അമ്മയുടെ പ്രസിഡൻറ്റ്. മാത്രമല്ല കോടതി വിധിയും അവർ നേടിയിട്ടുണ്ട്. അമ്മ എന്ന സംഘടനയിലെ ചർച്ച വ്യക്തികളെക്കുറിച്ച് ഉള്ളതല്ല ഇപ്പോൾ, മറിച്ച് രാഷ്ട്രീയമാണിപ്പോൾ ചർച്ച. സംഘപരിവാർ അമ്മ സംഘടനയിൽ ഇടപെടുന്നു, കൈയടക്കാൻ നോക്കുന്നു എന്ന ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. സംഘപരിവാർ സംഘടന അമ്മ സംഘടനയിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. കാരണം അതിനകത്ത് കുറച്ചു കാലമായിട്ടൊരു ജിഹാദിസം മണക്കുന്നുണ്ട്, ഒരു ജിഹാദി കുത്തിത്തിരിപ്പ് നടക്കുന്നുണ്ട്. ഒരിക്കലൊരു BJP നേതാവ് ഇക്കാര്യം വിളിച്ചു പറഞ്ഞതായിരുന്നു. അദ്ദേഹം BJP വിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. അദ്ദേഹം ഈയിടെ MLA യുമായി.
അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആരും അത്ര വലിയ വില കൊടുത്ത് കണ്ടില്ല. പക്ഷേ എന്നാൽ കാര്യങ്ങളെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ജിഹാദി മാഫിയ ഇടപെടലിലാണ് ചെന്ന് നിൽക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമയിൽ ഒരു നീരാളിപ്പിടുത്തം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മട്ടാഞ്ചേരി മാഫിയയുടെ അപ്രഖ്യാപിത തലവൻ മമ്മൂട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ നിന്ന് ഹിന്ദുക്കളായിട്ടുള്ള നടന്മാരെ, പാട്ടുകാരെ, സംഗീതജ്ഞന്മാരെ, എഴുത്തുകാരെ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നീക്കം ചെയ്യുക, അതാണ് ജിഹാദി മാഫിയയുടെ, മട്ടാഞ്ചേരി മാഫിയയുടെ ലക്ഷ്യം. ശ്വേതാ മേനോൻ ഒരു സംഘിണിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ശ്വേതാ മേനോൻ സംഘപരിവാർ ഏർപ്പെടുത്തിയിട്ടുള്ള ആളാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ആരോരിക്കെ പറഞ്ഞാൽ അവർ കോൺഗ്രസ്സുകാരിയാണെന്നും പറയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായും അറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഭരണകൂടം ജിഹാദി ഭരണകൂടമാണല്ലോ ഇപ്പോഴുള്ളത്. സതീശൻ കോയയുടെ അതിൽ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഇപ്പോൾ പാണക്കാട്ട് നിന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ തണലിൽ ജിഹാദികൾ മലയാള സിനിമാ രംഗത്തെ കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാർ മനോഭാവത്തോടുകൂടി അതിനെ ആ രംഗത്തുള്ള ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യാനികളും നേരിട്ടേ മതിയാകൂ. ജിഹാദികൾക്കെതിരായിട്ട് പ്രതിരോധം തീർത്തേ മതിയാകൂ. അല്ലെങ്കിൽ ഇനി അധികം താമസിയാതെ മലയാള സിനിമാ രംഗം ഈ ജിഹാദികളെല്ലാം കൂടി കൈയടക്കും. കേരളത്തിലെ മുസ്ലിങ്ങൾക്കും അതുപോലെ കേരളത്തിലെ ഹിന്ദുക്കൾക്കും അതുപോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും മലയാള സിനിമാ രംഗം പരിപൂർണമായിട്ട് അന്യമാകുകയും ചെയ്യും. എന്തായാലും മലയാള സിനിമാ രംഗം ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. നാലും കൂടിയ വഴിയിൽ ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പോലെ. ഇനി അവിടെ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ കളിയാണ്. രാഷ്ട്രീയ കളി തുടങ്ങിക്കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഓടിപ്പോയിട്ട് ഇടപെടാൻ, ചാടി വീഴാൻ മമ്മൂട്ടിയോ മോഹൻലാലോ അവർക്ക് പോലും ഭയമാണ്. കാരണം അവർ മലയാള സിനിമാ രംഗത്ത് വന്ന് അഭിനയത്തിലൂടെ അവർ ചില സിംഹാസനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഒരാൾ പത്മശ്രീ കിട്ടി, പത്മഭൂഷൺ കിട്ടി, മറ്റൊരു ഫാൽക്കെ അവാർഡ് കിട്ടി. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അവരായിട്ട് സ്വയം നാറാൻ വേണ്ടി ഇങ്ങനൊരു കാര്യത്തിലേക്ക് പരസ്യമായിട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പുറകിൽ അവരുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം. ആയതുകൊണ്ട് തന്നെ ഇത്ര നാളും അമ്മ എന്ന സംഘടനയ്ക്കകത്ത് നടന്നിരുന്ന കോലാഹലങ്ങൾ, അടിത്തടവുകൾ ഇനി തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ജിഹാദികളുടെ വകയായിട്ട് ടിനി ടോമിനെതിരെയും പഴയ അമ്മ സംഘടനയിലെ ഭാരവാഹികൾക്കെതിരായിട്ടും കേസുകളുണ്ടായിട്ടുണ്ട്. തിരിച്ച് ശ്വേതാ മേനോൻ തൻ്റെ അധികാരം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാജിവെച്ചിട്ടില്ല, വേണ്ടി വന്നാൽ രാജിവെക്കുന്നു പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞ് അവർ ഒരു പരാതി കൊടുത്തു. കോടതിയിൽ നിന്ന് അനുകൂല വിധിയും സമ്പാദിച്ചിട്ടുണ്ട്. മിക്ക ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നടന്മാരെ ഷൂട്ടിംഗ് സൈറ്റുകളല്ല, അവർ ചേരി തിരിഞ്ഞ് പത്രസമ്മേളനം നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്യുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ് വ്യക്തിയധിഷ്ഠിതമായിട്ട്, വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിൽ പങ്കാളികളായിട്ടുള്ള നടന്മാർ, മറ്റ് സിനിമാ പ്രവർത്തകർ, ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾ, അൻസിബയുടെ പുറകിലും ശ്വേതാ മേനോൻ്റെ പുറകിലേക്ക് നിലനിൽക്കുന്ന ആൾക്കാർ പരിപൂർണമായിട്ട് ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കാത്തിടത്തോളം കാലം പ്രശ്നം കൂടുതൽ ഗുരുതരമായിട്ടേ വരികയുള്ളൂ. എന്നതല്ലാതെ പ്രശ്ന പരിഹാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും മാറി നിൽക്കുന്നൊരു വ്യവസ്ഥയും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് വേറൊരു കാര്യം. കമ്മിറ്റി, പിന്നെ ജനറൽ ബോഡി, പിന്നെ കമ്മിറ്റി, പിന്നെ ജനറൽ ബോഡി, പിന്നെ തമ്മിലടി, പിന്നെ കോടതി കേസ്, ഇതാണ് മലയാള സിനിമാ രംഗത്തിൻ്റെ അജണ്ടകൾ. ഇനിയും ആലോചിച്ചു നോക്കുക, സിനിമ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ നടന്മാരെ തിരഞ്ഞെടുക്കുന്നതിലും മറ്റു സിനിമാ രംഗത്ത് പ്രവർത്തകരെ, ക്യാമറാമാൻ അടക്കമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും, മേക്കപ്പ് മേനെ തിരഞ്ഞെടുക്കുന്നതും, പാട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതും, മ്യൂസിക് ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കുന്നതും, അതിലൊക്കെ ഈ കമ്മിറ്റി രണ്ട് പക്ഷക്കാരുടെയും വലിയ ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ശ്വേതാ മേനോനെ സപ്പോസ് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഏതൊരു സംവിധായകൻ്റെ കീഴിൽ സിനിമ ചെയ്യുന്നു, ശ്വേതാ മേനോനെ അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ കൂട്ടം ആളുകൾ ശ്വേതാ മേനോൻ അഭിനയിക്കുന്നുണ്ടോ എന്നാൽ ഞങ്ങളില്ല, അവർ മാറി നിൽക്കും. അതുപോലെ എതിർപക്ഷത്തുള്ള മാലാ പാർവതി, അലി സിദ്ദിഖ്, അതല്ലെങ്കിൽ അൻസിബ തുടങ്ങിയ ആളുകൾ ഏതൊരു സിനിമയിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കാൻ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും തയ്യാറാവില്ല. മലയാള സിനിമാ രംഗം ശരിക്കും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് സാരം.
പുകയുന്ന സമയത്താണെങ്കിൽ പുകയുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അത് ആളിക്കത്താതെ തരമില്ലല്ലോ. മലയാള സിനിമാ രംഗം യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഒത്തുതീർപ്പ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത കാണാനാവുന്നില്ല. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, 4 മുലകൾ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരില്ല എന്ന് പറയാറുണ്ടല്ലോ. പുരുഷന്മാർ തമ്മിൽ കുറേ സമരസപ്പെട്ടു പോകുമ്പോഴേ സ്ത്രീകൾ തമ്മിൽ സമരസപ്പെട്ടു പോലും അത്ര വലിയ ഈഗോ ആണ് അവിടെ അവരുടെ ഉള്ളിലുള്ളത്. പുതിയ തലമുറയിൽ ഉള്ള ആളുകൾ, യഥാർത്ഥ കലാകാരന്മാർ, യഥാർത്ഥ സിനിമയോട് ശരിയായിട്ട് ആഭിമുഖ്യമുള്ളവർ, അഥവാ സിനിമയോട് മാത്രം സ്നേഹമുള്ളവർ, സിനിമയോട് പ്രണയമുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർ ഈ സിനിമാ രംഗത്ത് ഈ അമ്മയുടെ തലപ്പത്ത് വന്നാൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ചിലപ്പോൾ ഉണ്ടായിന്ന് വന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം എന്താണെന്ന് അറിയാമോ? മണ്ടരി ബാധിച്ച തെങ്ങിൻ്റെ ചികിത്സ പോലെ ആകാം. മരുന്നുകൾ പലതും മാറി മാറി നോക്കി, പരീക്ഷിച്ച് നോക്കി, തളിച്ചു നോക്കി, എന്നിട്ട് തെങ്ങിന് ഗതി പിടിക്കുന്നില്ല. അപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ ഇനി ഞാൻ തരുന്ന പൊടികളൊന്നും വിതറണ്ട, മരുന്നുകളൊന്നും തളിക്കണ്ട, പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, ആ തെങ്ങിൻ്റെ മണ്ടരി മാറാനൊരു കാര്യം ചെയ്താൽ മതി, അതിൻ്റെ മണ്ട അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. ഈ ഒരു അവസ്ഥയാണ് മലയാള സിനിമയിലെ അമ്മയുടെ ആവശ്യകത. ഈ ഒരു ചികിത്സയാണ് ഇനി മലയാള സിനിമയ്ക്ക് വേണ്ടത്. ഇപ്പോൾ തന്നെ മലയാള സിനിമയിലെ അമ്മയുടെ ആവശ്യകത എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് സ്ഥിരം കമ്പനിയല്ലല്ലോ വാസ്തവത്തിൽ. കലാനിലയം പോലും അങ്ങനെയായിരുന്നു, കമ്പനി എന്ന് വേണ്ടി പറയാം. ഇതൊരു സ്ഥിരം കമ്പനിയല്ല. അവിടെയുള്ളത് സ്ഥിരം തൊഴിലാളികളുമല്ല. വിളിക്കുമ്പോൾ അവിടെ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂലി വാങ്ങിക്കുന്നു, അവിടെ തീരണം എല്ലാ ബന്ധവും. കലാകാരന്മാർ ഒരിക്കലും തൊഴിലാളികളല്ല. ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തൊഴിലാളി സംഘടനയുടെ ആവശ്യവും അവിടെയില്ല. അമ്മയെ ഇല്ലാതാക്കണം, അമ്മ സംഘടനയെ ഇല്ലാതാക്കണം, അതിനെവിടെയും കൊണ്ട് കുഴിച്ചു മൂടണം. അമ്മയുടെ പ്രശ്നങ്ങളെ തീർക്കാൻ വേറൊരു മാർഗവും എന്താ തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ഇത്തരം സാഹചര്യത്തിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അമ്മ അഥവാ AMMA ഇല്ലാതാകട്ടെ. അതോടെ മലയാള സിനിമയിലെ പ്രശ്നങ്ങളും ഇല്ലാതാകട്ടെ. നമസ്കാരം.